ജൂൺ 2018 വന്നിട്ടുള്ള നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ചോദ്യം 1. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളീയ ശാസനങ്ങൾ പഠിച്ച് അവയുടെ ഭാഷാപരമായ പ്രാധാന്യം വ്യക്തമാക്കിയ പണ്ഡിതൻ. 1. പി. ശങ്കരൻ നമ്പ്യാർ, 2. എ. സി. ശേഖർ, 3. ആറ്റൂർ കൃഷ്ണ പിഷാരടി, 4. കെ. എം. പ്രഭാകര വാര്യർ. ശരിയായ ഉത്തരം എ. സി. ശേഖറാണ്. രണ്ടാമത്തെ ചോദ്യം കേരള പാണിനെ കരിന്തമിഴ് കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത്. 1. ക്രിസ്തുവർഷം 825 മുതൽ 1325 വരെ, 1325 മുതൽ 1625 വരെ, 750 മുതൽ 900 വരെ, 900 മുതൽ 1325 വരെ. ഇതിൽ ശരിയായ ഉത്തരം ക്രിസ്തുവർഷം 825 മുതൽ 1325 വരെ എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം 2 പട്ടിക തന്നിട്ടുണ്ട്. ഒന്നിൽ പ്രാചീന കൃതികളും രണ്ടാമത്തെ പട്ടികയിൽ സ്ഥല പേരുകളുമാണ്. പട്ടിക 1 ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം. പട്ടിക 2 കടുമേനി, കടുത്തുരുത്തി, മഹോദയപുരം, തിരുമരുതൂർ, പന്നിയൂർ എന്നിങ്ങനെയുള്ള സ്ഥലപ്പേരുകളാണ് തന്നിരിക്കുന്നത്. ഇതിന് ശരിയായ കോഡെന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്. ഉണ്ണിയച്ചി ചരിതം തിരുമരുതൂറും, ഉണ്ണിയാടി ചരിതം മഹോദയപുരവും, ഉണ്ണിച്ചിരുദേവി ചരിതം പന്നിയൂരും, ഉണ്ണുനീലി സന്ദേശം കടുത്തുരുത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ അതത് കൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചോദ്യം 4. ലീലാതിലകകാരൻ കൂന്തൽവാദത്തിലൂടെ സ്ഥാപിക്കുന്നത്. 1. മണിപ്രവാളത്തിൽ കേരള ഭാഷയും സംസ്കൃത ഭാഷയും അല്ലാതെ മറ്റൊന്നും ചേരുകയില്ലെന്ന്. 2. കരിന്തമിഴും സംസ്കൃതവും ചേരുന്നതാണ് മണിപ്രവാളമെന്ന്. 3. നായികാവർണ്ണനകളുള്ള കൃതികളെ മണിപ്രവാളമാകുമെന്ന്. 4. ചോള പാണ്ഡ്യ ഭാഷകളുടെ മിശ്രണം മണിപ്രവാളത്തിൽ വേണമെന്ന്. ഇതിൽ ഓപ്ഷൻ 1 മണിപ്രവാളത്തിൽ കേരള ഭാഷയും സംസ്കൃത ഭാഷയും അല്ലാതെ മറ്റൊന്നും ചേരുകയില്ല എന്നാണ് കൂന്തൽവാദത്തിലൂടെ ലീലാതിലകാരൻ സ്ഥാപിക്കുന്നത്. ചോദ്യം 5. ഭാഷാ നൈഷധം ചമ്പുവിന് പ്രാഞ്ജലി എന്ന വ്യാഖ്യാനം രചിച്ചത്. 1. എ. ആർ. രാജരാജവർമ്മ, 2. വടക്കങ്കൂർ രാജരാജവർമ്മ, 3. പി. വി. കൃഷ്ണൻ നായർ, 4. പാട്ടത്തിൽ പത്മനാഭമേനോൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ 4 പാട്ടത്തിൽ പത്മനാഭമേനോൻ എന്നതാണ്. ചോദ്യം 6. കാര്യം കാരണം ആ ടൈപ്പിലുള്ള ചോദ്യമാണ്. കാര്യം ഫോക്ലോറിന്റെ കാലനിർണ്ണയനം പ്രായേണ അസാധ്യമാണ്. കാരണം എ. വാമൊഴി വഴക്കമായതുകൊണ്ട്, ബി. പാമരന്മാർ കൈകാര്യം ചെയ്തതുകൊണ്ട്, സി. വർത്തമാനകാലത്തിലും ഫോക്ലോർ രൂപപ്പെടുന്നതുകൊണ്ട്. ഓപ്ഷൻ 1 ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. കാര്യം ശരി, കാരണം എയും സിയും ശരി. കാരണം ബി എന്ന് പറയുന്നത് പാമരന്മാർ കൈകാര്യം ചെയ്തതുകൊണ്ട് എന്ന ഓപ്ഷനാണ്. പാമരന്മാർ കൈകാര്യം ചെയ്തതുകൊണ്ട് ഫോക്ലോറിന്റെ കാലനിർണ്ണയം അസാധ്യമൊന്നും ആവുന്നില്ല. വാമൊഴി വഴക്കമായതുകൊണ്ടും ഈ കാലഘട്ടത്തിലും ഏതൊരിടത്തിലും ഫോക്ലോർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രത്യേക ഒരു കാലനിർണ്ണയം നടത്താൻ അസാധ്യമാകുന്നത്. 7ാമത്തെ ചോദ്യം മറുത്തുകളി ഏത് നാടോടി കലാനിർവഹണവുമായി ബന്ധപ്പെട്ടതാണ്. 1. വേലകളി, 2. ചിമ്മാനകളി, 3. പൂരക്കളി, 4. കണ്യാർകളി. ശരിയായ ഉത്തരം 3. പൂരക്കളിയാണ്. 8ാമത്തെ ചോദ്യം നമ്പൂസരിയരനും നീലകേശിയും കഥാപാത്രങ്ങളാകുന്ന പാട്ടുകൃതി. ഓപ്ഷൻ 1 രാമകഥാപാട്ട്, 2 മാവാരതം പാട്ട്, 3 ഉലകുട പെരുമാൾ പാട്ട്, 4 പയ്യന്നൂർ പാട്ട്. ശരിയായ ഉത്തരം പയ്യന്നൂർ പാട്ടാണ്. ചോദ്യം 9. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കളകാഞ്ചി വൃത്തത്തിൽ ഏത് കാണ്ഡമാണുള്ളത്. ഓപ്ഷൻ 1 ബാലകാണ്ഡം, 2 അയോധ്യാകാണ്ഡം, 3 സുന്ദരകാണ്ഡം, 4 യുദ്ധകാണ്ഡം. ഇതിൽ സുന്ദരകാണ്ഡമാണ് കളകാഞ്ചി വൃത്തത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഹനുമാൻ തെങ്കാലഹനത്തിനൊക്കെ പോകുന്ന കാണ്ഡമാണ്. 10ാമത്തെ ചോദ്യം പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ 1 വള്ളത്തോൾ, 2 കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, 3 എൻ കൃഷ്ണപിള്ള, 4 എം ലീലാവതി. ശരിയായ ഉത്തരം ഓപ്ഷൻ 1 വള്ളത്തോളാണ്. 11ാമത്തെ ചോദ്യം മലയാള ഭാഷയ്ക്ക് എഴുത്തച്ഛൻ്റെ സംഭാവന. ഓപ്ഷൻ എ വായനക്കാരിൽ ഭക്തിയും ആധ്യാത്മിക മനോഭാവവും ഉണർത്തി, ബി മലയാള ലിപികളെ നിജപ്പെടുത്തി വ്യവസ്ഥീകരിച്ചു, സി വിവർത്തനത്തെ സർഗാത്മകമാക്കിക്കൊണ്ട് ഭാവാവിഷ്കാരത്തിന് യോജിച്ച കാവ്യഭാഷ സൃഷ്ടിച്ചു. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. എയും ബിയും സിയും ശരി. 12ാമത്തെ ചോദ്യം കൃഷ്ണഗാഥയുടെ പ്രചാരത്തിന്റെ കാരണങ്ങൾ. എ സംഭോഗ ശൃംഗാര വർണ്ണനകളുടെ ആധിക്യം, ബി ലളിതസുന്ദര പദങ്ങളും അപക്രമായ അന്വയക്രമവും, സി പദഞ്ഞഴിഞ്ഞ ഗാനരീതിയും ഹൃദ്യകൽപ്പനകളും, ഡി വിശ്വമോഹനമായ കഥാവസ്തു. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ബിയും സിയും ഡിയും ശരിയാണ്. കൃഷ്ണഗാഥയിൽ നമുക്ക് ലളിതസുന്ദര പദങ്ങൾ കാണാം, പദഞ്ഞഴിഞ്ഞിട്ടുള്ള ഗാനരീതി കാണാം, വിശ്വമോഹനമായ ഒരു കഥാവസ്തുവിലാണ് അത് എഴുതിയിട്ടുള്ളത്. എന്നാൽ സംഭോഗ ശൃംഗാര വർണ്ണനകൾ കാണാൻ സാധിക്കില്ല. 13ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുകയാണ്. പട്ടിക 1 മന്നാശയാലും മദനാശയാലും പൊന്നാശയാലും മറുകുന്നു ലോകം, ബി കുരച്ചിടുന്ന പട്ടി ഒരു നാളും കടിച്ചിടുകയില്ലെന്നറിഞ്ഞാലും, സി സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സാഖ്യയില്ലതു നിൽക്കട്ടെ, ഡി കൃഷ്ണനാമം ജപിക്കുന്ന നേരത്തും ഒട്ടു കാണുന്ന ദന്തദ്യുതികളും അത് നേരത്തെ വേഷം നിരൂപിച്ചാൽ അതിമോഹനമെന്നേ പറയാവൂ. പട്ടിക 2 കാവ്യങ്ങളുടെ പേരാണ് കുമാരഹരണം പാന, ജ്ഞാനപാന, ബാലകൃഷ്ണ സ്തോത്രം, ഭാഷകർണാമൃതം, സന്താനഗോപാലം. ഇതിൽ ഓപ്ഷൻ 2 ആണ് ശരി. മന്നാശയാലും മദനാശയാലും എന്ന് തുടങ്ങുന്നത് ഭാഷ കർണാമൃതത്തിലെയും കുരച്ചിടുന്ന പട്ടി എന്നത് സന്താനഗോപാലത്തിലെയും സാഖ്യശാസ്ത്രങ്ങൾ ജ്ഞാനപാനയിലെയും കൃഷ്ണനാമം ജപിക്കുന്ന നേരത്തും തുടങ്ങുന്നത് കുമാരഹരണം പാനയിലേതുമാണ്. 14ാമത്തെ ചോദ്യം ക്ഷോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുനരേണി വിലോചന നടുങ്ങി ഏതു കൃതിയിലേത് എന്നതാണ്. ഇരയിമൻ തമ്പിയുടെ കീചകവധത്തിൽ, 2 കിളിമാനൂർ കോയിത്തമ്പുരാന്റെ രാവണ വിജയത്തിൽ, 3 അശ്വതി തിരുനാളിന്റെ രുക്മിണി സ്വയംവരത്തിൽ, 4 കല്ലേകുളങ്ങരയുടെ രാവണോദ്ഭവത്തിൽ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇരയിമൻ തമ്പിയുടെ കീചകവധത്തിൽ എന്നാണ്. ഇതിൽ പാണ്ഡവർ അജ്ഞാതവാസകാലത്ത് വിരാട രാജധാനിയിൽ കഴിയുന്ന സമയത്ത് വിരാട രാജാവിന്റെ ഭാര്യ രാജ്ഞിയുടെ സഹോദരൻ ആണ് കീചകൻ. അപ്പോൾ അയാൾക്ക് ദ്രൗപദിയിൽ ഒരു ഇഷ്ടം തോന്നിയിട്ട് അവരെ കീചകന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ രാജ്ഞി നിർബന്ധിക്കുകയാണ്. അതിൽ രാജ്ഞി പോയി ദ്രൗപദിയോട് പറയുന്നത് കേൾക്കുന്ന ഭാഗമാണിത്. ക്ഷോണീന്ദ്രപത്നിയുടെ പറച്ചിൽ കേട്ടിട്ട് നടുങ്ങി നിൽക്കുന്ന ദ്രൗപദിയുടെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 15ാമത്തെ ചോദ്യം കാര്യം കാരണം എന്ന രീതിയിലുള്ള ചോദ്യമാണ്. കാര്യം കളരിച്ചിട്ടകൾക്കും സാങ്കേതിക പ്രയോഗങ്ങൾക്കും നിറയെ സ്ഥാനമുള്ള കഥകളിത്തം തികഞ്ഞ കഥകളോട് ഏറെ ആഭിമുഖ്യമുള്ള പലർക്കും നളചരിതത്തോട് താല്പര്യം കുറവാണ്. കാരണം എ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒട്ടേറെ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യമുള്ള ഉത്തമ സാഹിത്യകൃതിയാണ് നളചരിതം, ബി മറ്റ് ആട്ടകഥകളെ പോലെ കലാശങ്ങൾക്കും എണ്ണങ്ങൾക്കും നളചരിതത്തിൽ വലിയ പങ്കില്ല, സി നളചരിതം ഉത്തര കേരളത്തിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 3 ആണ്. കാര്യം ശരി, കാരണം എയും ബിയും ശരി. ഇതിൽ സി ശരിയല്ല. നളചരിതം ഉത്തര കേരളത്തിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയല്ല.